അപ്പം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത്, നമ്മൾ മെയിനായിട്ട് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ വന്നിരിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഡേറ്റിംഗ് ആപ്പ് വെച്ച് നമ്മൾ ഈ ഡേറ്റിംഗ് ആപ്പുകളെ പറ്റി ഒത്തിരി ഞാൻ ആദ്യം ഒരു വീഡിയോ ചെയ്തിരിക്കുന്നു. ഫ്രണ്ട് ആപ്പ് അതൊരു ഡേറ്റിംഗ് ആപ്പാണ്. അത് യൂസ് ചെയ്യുന്ന കാര്യം, അത് എങ്ങനെ ഇത് പലരിലും എത്തുന്നു, അത് മിസ്യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ള രീതിക്ക് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പം ഒത്തിരിയേറെ നെഗറ്റീവ് കമൻറ്റ്സ് വന്നിരുന്നു. എന്നാൽ ഒത്തിരിയേറെ ആളുകൾ അതിനെ പോസിറ്റീവായിട്ട് എടുക്കുകയും ചെയ്തിരുന്നു. ഇപ്പം പറയാനുള്ളതെന്ന് വെച്ചാൽ, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസമാണ് 16 വയസ്സുള്ള ഒരു കുട്ടീനെ ഈ ഡേറ്റിംഗ് ആപ്പ് വഴി ആളുകൾ പിടിച്ചിട്ട്, വെച്ചാൽ പലരും മിസ്യൂസ് ചെയ്തിട്ട് അത് ഇഷ്യൂ ആയി ഇപ്പോൾ പോലീസ് കേസായിട്ട് നടക്കുന്നത്. ഇപ്പോൾ ജസ്റ്റ് നമുക്ക് നമ്മുടെ ഇതിൽ പ്ലേ സ്റ്റോറിൽ ചെന്നിട്ട് ഡേറ്റിംഗ് ആപ്പ് എന്ന് പറഞ്ഞ് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ എന്തുമാത്രം ഡേറ്റിംഗ് ആപ്സ് വരുന്നതെന്നറിയാമോ? അതുകൊണ്ട് ദോസ്ത് ആപ്പ്, ഫ്രണ്ട് ആപ്പ്. ഈ ഫ്രണ്ട് ആപ്പൊക്കെ ഭയങ്കരമായിട്ട് വെച്ചാൽ ഫ്രണ്ട് ആപ്പൊക്കെ നമ്മൾ ശ്രദ്ധിക്കാനുള്ള കാരണം, ഫ്രണ്ട് ആപ്പിൻ്റെ ഒക്കെ കാര്യത്തിൽ ഭയങ്കര പ്രമോഷനാണ്. ഈ പ്രമോഷനൊക്കെ കൂടുതലായിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഭയങ്കര ഏണിങ്സ് ആണ് പറയണത് അവർ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇങ്ങനെ ഈ ഒരു ആപ്പ് ഇത് ഏണിങ്സ് ഉണ്ട്. നമ്മൾ ജസ്റ്റ് ഫ്രണ്ട് വെച്ചാൽ ഇതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റ് ഫ്രണ്ട് ആക്കാം എന്നുള്ള രീതിയിലാണ് ഈ ആപ്ലിക്കേഷൻ്റെ ഒരു അഡ്വർടൈസ്മെൻറ്റ് വരുന്നത്. പക്ഷേ ഇത് ശരിക്കും അതല്ല. ഇതുണ്ട്, ദോസ്ത് ആപ്പ് ഉണ്ട്, ഫ്രണ്ട് ആപ്പ് ഉണ്ട്, അരികെ, അങ്ങനെ കുറേ ഏറെ ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പം ഈ ആപ്ലിക്കേഷൻസ് ഒക്കെ ഒരു ഏജ് ലിമിറ്റ് വെച്ചിട്ടാണ്. ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുന്നത്, ഇപ്പോൾ ഇഷ്യൂ ഉണ്ടായിരിക്കുന്നത് വെച്ചാൽ ഗേയ പണി ഗ്രൈൻഡർ അങ്ങനെ അത് പറയുന്നു. അപ്പം ആ ഒരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്തിട്ടാണ് ഈ കുട്ടീനെ ഇങ്ങനെ മിസ്യൂസ് ചെയ്തത്. അപ്പം ഇത് കണ്ടെത്തിയത് ഒരു ദിവസം അമ്മ വന്നപ്പം ഈ വീട്ടിൽ നിന്ന് ഒരു ചെറുക്കൻ ഒരാൾ ഇറങ്ങിപ്പോകുന്നത് കണ്ടൊരു ഡൗട്ട് തോന്നി. ഇങ്ങനെ ചെന്നപ്പോഴാണ് ഇങ്ങനെ ഈ കുട്ടീനെ മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു രണ്ട് മൂന്ന് വർഷം ചെറിയൊരു സമയം തൊട്ട് 2-3 വർഷമായിട്ട് ഈ കുട്ടീനെ യൂസ് ചെയ്യുന്നുണ്ട്. ആ കുട്ടിയുടെ ചെറിയൊരു 12 അല്ല 13 വയസ്സുള്ള സമയം തൊട്ട് ഇതിനെ മിസ്യൂസ് ചെയ്യുകയാണ്. അപ്പം ഇതൊക്കെയാണ് ഈ ഇതുപോലത്തെ ആപ്ലിക്കേഷൻസ്. ഞാൻ പറഞ്ഞല്ലോ, ഇച്ചിരി പ്രായമായവരത് യൂസ് ചെയ്തത് അങ്ങനെ പോകുന്നു വെച്ചാൽ അവർക്കൊരു നോളജ് ഉണ്ടെന്ന് പറയാം. പക്ഷേ ഇങ്ങനെയുള്ള ആപ്ലിക്കേഷൻ സ്കൂളിലും യൂസ് ചെയ്യുന്നത് ചെറിയ കുട്ടികൾ, അതുപോലെ കോളേജിലൊക്കെ പഠിക്കുന്ന സ്റ്റുഡൻസ് ആണ്. അതിപ്പോൾ നമ്മൾ പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ കാലത്ത് പണ്ടൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏജിൽ പിള്ളേരൊന്നും ഫോൺ പോലും കണ്ടിട്ടില്ല. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഓൺലൈൻ ക്ലാസ്സസ് കാര്യങ്ങളൊക്കെ വന്ന സമയത്ത് ഒത്തിരിയേറെയായിട്ട് കുട്ടികളുടെ കയ്യിലേക്ക് ഈ മൊബൈൽസ് എത്തുന്നുണ്ട്. ആൻഡ് ആഫ്റ്റർ ഓൾ അതിനകത്ത് ഏജ് അവർ തെറ്റിച്ച് കൊടുത്തും പറക്കിയൊക്കെയാണ് ഇവരിത് ചെയ്യുന്നത്. ഞാൻ മറ്റേ ഫ്രണ്ട് ആപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ഇങ്ങനെ ഒരു ഡൗട്ട് ചോദിച്ച സമയത്ത് ഒരാൾ പറഞ്ഞൊരു കാര്യമുണ്ട്. 10 വയസ്സോ 11 വയസ്സോ ഉള്ള ഒരു കുട്ടി ഇരുന്ന് ഇങ്ങനെയുള്ള കാര്യത്തെപ്പറ്റി സംസാരിക്കുന്നത് കേട്ട് ഓപ്പോസിറ്റ് സൈഡിലിരുന്ന പെൺകുട്ടിയുടെ തല കത്തി. കാരണം അത്രയേറെ ഇഷ്യൂസ് ഇതിൻ്റെ പറ്റിൽ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ ഇപ്പം നമ്മൾ പറയും, പെൺകുട്ടികൾ പുറത്തേക്ക് എവിടെയെങ്കിലും പോയി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു 80% അമ്മമാരും പെൺകുട്ടികൾക്ക് കാവൽ പോകുന്നവരാണ്. ഇതിലൊരു എത്ര ശതമാനം പേരൻസ് ആൺകുട്ടികൾ പുറത്തേക്ക് പോയാൽ അവർക്ക് കാവലായിട്ട്, അതായത് അവർക്കൊരു കൂട്ടിന് പോകുന്നുണ്ട്. ആൺകൊച്ചാണെങ്കിലും അതെ, പെൺകൊച്ചാണെങ്കിലും അതെ, പേരൻസ് ആരെങ്കിലും ഒരാൾ എപ്പോഴും അവരുടെ കൂടെ വേണം. കാരണം നമ്മൾ പണ്ട് കണ്ടുകൊണ്ടിരുന്ന കാലഘട്ടമൊന്നുമല്ല. ഞാനിപ്പോൾ സിമ്പിളായിട്ടൊരു കാര്യം പറയാം. ഞങ്ങൾ താമസിക്കുന്ന ആ ലൊക്കാലിറ്റി, അതായത് ഞങ്ങൾ വരുന്ന അവിടെ ടൗൺ ഏരിയകൾ, ഞങ്ങൾ ഈ അടുത്ത നാളിൽ ഒരു ഫോൺ കവർ വാങ്ങിക്കാൻ വേണ്ടിയിട്ട്, ഫോണിൻ്റെ കവർ വാങ്ങിക്കാൻ ഞങ്ങൾ ടൗൺ വരെ പോയതാണ്. അപ്പം ഫോണിൻ്റെ കവർ വാങ്ങിക്കാൻ ഞങ്ങൾ ആ കടയിൽ ചെന്ന് കഴിഞ്ഞപ്പം ഒരു അപ്പനും അമ്മയും ആ ഫോൺ കടക്കാരോട് വഴക്കുണ്ടാക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യും, ബഹളം വെക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം എന്താ കാര്യമെന്ന് നമുക്കറിയില്ല. നോക്കിയപ്പം വണ്ടിക്കകത്ത് ഒരു കൊച്ച് കരഞ്ഞുകൊണ്ടും ഇരിപ്പുണ്ട്. ഞാൻ ഓർത്തു എന്തെങ്കിലും സാധനം അവിടുന്ന് വാങ്ങിക്കും, എന്തെങ്കിലും ഒരു ഇഷ്യൂസ് ആയിരിക്കാം, എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നമായിരിക്കാം. അത് കഴിഞ്ഞ് എന്താ സംഭവം എന്ന് നമ്മൾ അറിയാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ ചോദിച്ചപ്പോഴാണ് അവർ പറയുന്നത്, ഈ പെങ്കൊച്ച് ഒരാഴ്ച മുമ്പ് ആ കടയിൽ വന്നിട്ടൊരു ഐഫോൺ വാങ്ങി. അപ്പോൾ ഈ ഐഫോൺ വാങ്ങാൻ ഈ കുട്ടിയുടെ പൈസ ഇല്ല. അപ്പം അതിന് വേണ്ടിയിട്ട് കൊച്ചിൻ്റെ കഴുത്തേ കിടന്ന മാലയെടുത്ത് വിറ്റിട്ടാണ് ഈ കുട്ടി വന്നിട്ട് ഈ ഐഫോൺ വാങ്ങി. ഈ ഐഫോൺ വാങ്ങാൻ വന്നതാണെങ്കിൽ 2 ആൺപിള്ളേരുടെ കൂടെയാണ് വന്നത്. അപ്പം ഏകദേശം 10-60,000 രൂപയോളം വരുന്ന ഒരു ഫോണാണ് ഈ കുട്ടി വാങ്ങിയിരിക്കുന്നത്. 60 രൂപയോളം പോയിട്ടുണ്ട്. ഇത് സ്വർണ്ണത്തിൻ്റെ ഇപ്പോഴത്തെ വില വെച്ചിട്ടൊരു 3/4 പവൻ 1 പവൻ്റെ അങ്ങാണ്ട് മാലയാണ് വിറ്റിരിക്കുന്നത്. അപ്പോൾ അവർ പറയണത് ബാക്കി വന്ന പൈസ എന്ത് ചെയ്യുന്ന അറിയില്ല. ഇതിപ്പം ഇങ്ങനെയുള്ള കുറേ ആപ്ലിക്കേഷൻസ് ഉള്ളതുകൊണ്ട് സ്കൂൾ കുട്ടികളാവാം, അല്ലാതെ ആവാം, ഇവരെങ്ങനെ പരിചയപ്പെട്ടു, ഇവരാരാണ് എന്നുള്ളതിനൊന്നും ഒരു വ്യക്തതയില്ല. ഇപ്പം ഇവർ പറയണത് ഇവർ
മാല പോയി കഴിഞ്ഞപ്പോൾ കേസാക്കി കഴിഞ്ഞപ്പോഴാണ് മകളുടെ കയ്യിൽ ഇങ്ങനെ ഒരു ഫോൺ ഇരിക്കുന്ന കാര്യം ഇവരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അപ്പം അതിൻ്റെ ഇഷ്യൂ പോയത് നോക്കിക്ക്. ഇപ്പം ഫോൺ കടക്കാർക്കും പ്രശ്നമോ? അവരോട് ചോദിക്കുന്നത്, അവർ പറഞ്ഞാൽ അവർ ജസ്റ്റ് വന്നൊരു ഫോൺ ചോദിച്ചു, ഇവർക്ക് ഇത്ര ഇതറിയില്ല, രണ്ടുപേർ കൂടെ ഉണ്ട്, അതുകൊണ്ട് എടുത്ത് കൊടുത്തു. അപ്പം ഇതുപോലെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ കുട്ടികളോട് എവിടുന്ന് ആ പൈസ ഇത് എവിടുന്ന് വന്നു എന്നൊക്കെ ചോദിക്കണ്ടേ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. ഇന്നത്തെ കാലത്ത് എനിക്ക് നമ്മൾ പറഞ്ഞാൽ ഈ ചെറിയ പിള്ളേരും ചെറിയ ഏണിങ്സ് ഒക്കെ ഉണ്ടാക്കുന്ന പിള്ളേരുണ്ട് യൂട്യൂബ് പല കാര്യങ്ങളിലൂടെ. അപ്പോൾ ഇവരുടെ കയ്യിലൊക്കെ ചില പൈസ കാണാതെ എങ്ങനെ വന്നു എന്നുള്ളത് ഇവരറിയുന്നില്ല. പല കുട്ടികളും അതായത് പൈസ ഉണ്ടാക്കാൻ, അതായത് ഏൺ ചെയ്യാനുള്ള ഒരു മാർഗമായിട്ടാണ് ഈ ആപ്പുകളെ യൂസ് ചെയ്യുന്നത്. കാണുമല്ലോ, ഇപ്പം ഈ ഫ്രണ്ട് ആപ്പിൻ്റെ അകത്ത് തന്നെ സംസാരിച്ചാൽ വീഡിയോ കോൾ അങ്ങനെ ഓരോരോ ഓപ്ഷൻസ് ഉണ്ട്. ഇതിൽ ഓരോ ഓപ്ഷൻസിനും അനുസരിച്ച് ഓരോരുത്തർക്കും പൈസ കിട്ടുന്നേ. അപ്പം ഇത് പല രീതിയിൽ മിസ്യൂസ് ചെയ്യുന്ന കുട്ടികൾ ഒത്തിരി ഉണ്ട് നമ്മുടെ ചുറ്റിനും. കാരണം നമ്മുടെ മക്കളെ സൂക്ഷിച്ചാൽ നമ്മൾ ഭാവി കരയേണ്ടി വരത്തില്ല. ഇപ്പം ഞാൻ പറയാം, ഞാനന്ന് ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി ഇങ്ങനെ പറഞ്ഞപ്പോൾ പലരും ചിരിച്ചിട്ടുണ്ട്. എന്നോട് പലരും വന്ന് ചോദിച്ചിട്ടുണ്ട്, നിനക്കത് അറിഞ്ഞിട്ട് എന്നെ കാര്യം. ഇന്നിപ്പം ഈ കുട്ടി ഇങ്ങനെ പോയപ്പം ഇപ്പം നമ്മളോർക്ക് എൻ്റെ മോളല്ലല്ലോ, അല്ലെ എൻ്റെ കുഞ്ഞല്ലല്ലോ, നാളെ നമ്മുടെ മക്കളായി കൂടായികയില്ല ഈ സ്ഥാനത്ത്. അപ്പം നമ്മളത് അങ്ങനെയുള്ള കാര്യങ്ങൾ, എന്നുവെച്ചാൽ ഫോണ് കാര്യങ്ങളൊക്കെ മക്കൾക്ക് കൊടുക്കുമ്പം നമ്മൾ, കാരണം പിള്ളേർ എന്താ ഫോണിൽ ചെയ്യുന്നു, അതിലെന്തൊക്കെ കുട്ടികൾ ഇൻസ്റ്റാൾ ചെയ്യുന്നുണ്ട്, ഏതൊക്കെ കാര്യങ്ങളാണ്. കാരണം ഇന്നത്തെ പല കാരണവന്മാർക്കും പല ആപ്ലിക്കേഷൻസിനെ പറ്റി, ഫോണിൽ അവൈലബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളെ പറ്റിയും അറിയത്തില്ല. അപ്പം കഴിഞ്ഞ ദിവസമല്ല നമ്മൾ കേട്ടു, അവരുടെ ന്യൂഡ് ഫോട്ടോസ് അങ്ങോട്ടും ഇങ്ങോട്ട് ഷെയർ ചെയ്യും, അവസാനം ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അത് വെച്ചിട്ട് മിസ്യൂസ് ചെയ്യും. അപ്പോൾ ഇത് ഒത്തിരിയേറെ ഇഷ്യൂസ് ഉണ്ടാക്കുന്നുണ്ട്. കാരണം ഒന്നാമത്തെ കാര്യം, നമ്മുടെ മക്കളോട് നമ്മൾ പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അവരൊരു ഫാൻറ്റസി വേൾഡിലാണ്. അവർ ചിലപ്പോൾ വിചാരിക്കുന്നത് ഈ സിനിമ പോലെയാണ് ജീവിതം, വല്ല അടിച്ചു പൊളിച്ച ഒരു എന്താ പറയുക. നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, ഹോസ്പിറ്റലിൽ പോയി അച്ഛൻ വയ്യാതെ കിടക്കുമ്പോൾ ഹോസ്പിറ്റലിൽ അതൊരു വ്ളോഗാക്കി അതൊരു ഭയങ്കരമായിട്ടൊരു ചില്ലിങ് എക്സ്പീരിയൻസ് ആക്കുന്നത്, ഭയങ്കരമായിട്ട് അത് അടിച്ചു പൊളിക്കുന്ന ഒരു തലമുറയാണ് നമുക്കുള്ളത്. നമ്മളൊക്കെ ആണെങ്കിൽ ഒരാളൊരു ഹോസ്പിറ്റലായി കഴിഞ്ഞാൽ എന്താ, നമുക്കൊക്കെ വിഷമമാണ്, ബുദ്ധിമുട്ട്. ഇതിനെയൊക്കെ ഭയങ്കരമായിട്ടും എൻജോയ് ചെയ്യുന്ന ഒരു തലമുറയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർ ആ ഒരു കാഴ്ചപ്പാടിൽ അവർ പോകുന്നത്. ഒത്തിരിയേറെ മിസ്റ്റേക്സ് ആണ്, നമ്മളെല്ലാവരും തെറ്റ് ചെയ്യുന്നവരാണ്. പക്ഷേ നമ്മൾ തെറ്റുന്ന നമുക്കും തെറ്റുകളും അബദ്ധങ്ങളും കുറ്റങ്ങളും പറ്റും. പക്ഷെ എന്തൊക്കെ വന്നാലും നമുക്കൊരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് നമ്മുടെ മക്കളുടെ അടുത്ത്. നമ്മളോട് ചിലർ പറയാതെ, മക്കളെ ജനിപ്പിച്ചാൽ മാത്രം പോരാ, അവരെ വളർത്താനും അറിയണമെന്ന് പറയുന്ന പോലെ നമ്മൾ കുറച്ചൊക്കെ നമ്മുടെ മക്കളുടെ കാര്യത്തിൽ കുറച്ചും കൂടെ ഒരു ശ്രദ്ധ വെച്ചാൽ മാത്രമേ നമുക്ക് ഇന്നത്തെ കാലത്ത് കാരണം അത്രമാത്രമാണ് നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചാൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഇൻഫോർമേഷൻ, അത് വെച്ചാൽ IT മേഖലയുടെ ഭയങ്കരമായിട്ടുള്ള വളർച്ചകളാണ്. അപ്പം അത്രയേറെ നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ ഒത്തിരിയേറെ കാര്യങ്ങളിൽ മക്കളുടെ പലരും പറയാറുണ്ട്, നമ്മളെ കഴിഞ്ഞും 2 പടി മുമ്പിലായിരിക്കും പിള്ളേർ. സോ നമ്മൾ ഒത്തിരിയേറെ നമ്മുടെ മക്കളെ ഹാൻഡിൽ ചെയ്യുന്ന ഇപ്പം നമ്മുടെ വീട്ടിലൊരു കമ്പ്യൂട്ടർ ഉണ്ട്, അതുണ്ടെങ്കിൽ നമ്മളൊരു ഓപ്പൺ സ്പേസിൽ വെച്ച്, അല്ലെ ഫോൺ യൂസ് ചെയ്യുവാണെങ്കിൽ നമ്മളെല്ലാവരും ഇരിക്കുന്ന ഒരു സ്പേസിൽ വെച്ചിട്ട് അവരെ യൂസ് ചെയ്യാൻ സമ്മതിക്കാവുള്ളൂ. അതുപോലെ മക്കൾ സ്കൂളിൽ പോയിട്ട് വന്നു കഴിഞ്ഞാൽ അവരുടെ ബാഗിനകത്ത് എന്തൊക്കെയുണ്ട് എന്നൊക്കെ ഉള്ളത് ചെക്ക് ചെയ്യണം. കാരണം ഇന്നത്തെ മക്കളുടെ കയ്യിൽ പല സാധനങ്ങളുമുണ്ട്, നമുക്കറിയില്ല. അത് ചിലരോട് പറഞ്ഞാൽ മനസ്സിലാവില്ല. കാരണം അങ്ങനെയൊരു ഒത്തിരിയേറെ ഇഷ്യൂസൊക്കെ നമ്മുടെ ചുറ്റിനും നടക്കുന്നുണ്ട്. ഇപ്പം കണ്ടില്ലേ, അതിൻ്റെ അകത്ത് വലിയ ആളുകൾ വേറെ ആ ഒരു കേസ് പൊങ്ങി വന്നപ്പം അതിൻ്റെ അകത്ത് അതുപോലെ ആളുകൾ അതിനകത്ത് ഇൻവോൾവ് ആണ്. ഭയങ്കര ഒത്തിരിയേറെ ആളുകൾ അതിൻ്റെ അകത്ത് ഇൻവോൾവ് ആയിട്ടുണ്ട്. അപ്പം നമുക്കിതിനൊക്കെ വേറൊരു ഓപ്ഷൻ നമുക്ക് പറയാനില്ല. നമ്മുടെ മക്കൾ പോയി കഴിഞ്ഞിട്ട് നമ്മളിരുന്ന് കരഞ്ഞിട്ട് കാര്യമില്ല. സോ നമ്മൾ ആ ഒരു കാര്യത്തിൽ നമ്മൾ കൂടുതലായിട്ട് ശ്രദ്ധിച്ചാൽ മാത്രമേ നമുക്ക് നമ്മുടെ ലൈഫിൽ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ സൊസൈറ്റി അതാണ്, നമ്മുടെ സിറ്റുവേഷൻസ് അതാണ്. ഇപ്പം ഇന്നൊരു വാർത്ത വന്നു, 10 ദിവസത്തെ ഞാൻ ന്യൂസ് ഓടും, 11ാമത്തെ ദിവസം ആകുമ്പോഴത്തേനും ന്യൂസ് എന്ത് ചെയ്യും, അത് ആര് തടുക്കും. അതുപോലെയാണ് സോഷ്യൽ മീഡിയാസിൽ. ഞാൻ പറയാം, ഞാൻ ആ ഫ്രണ്ട് ആപ്പിനെ പറ്റി ഞാൻ ആദ്യം ഒരു വീഡിയോ ഇട്ടു, അധികം ആരും ചർച്ച ചെയ്തിട്ടില്ല. 2-3 പേര് ജസ്റ്റ് എനിക്കൊരു 10-20 പേര് കണ്ടു. അത് കഴിഞ്ഞത് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും അത് ഭയങ്കരമായിട്ട് ആളുകളിലേക്ക് എത്തി. ആളുകൾ കുറേ പേരത് ഡിസ്കസ് ചെയ്തു. അത് കഴിഞ്ഞത് ആറ് തണുത്തു പോയി. പിന്നീട് ആരും ആ ഒരു കാര്യത്തെപ്പറ്റി ഡിസ്കസ് ചെയ്തിട്ടോ സംസാരിച്ചിട്ടോ ഒന്നുമില്ല. പക്ഷേ അത് ആ പറഞ്ഞതിൻ്റെ ഡബിൾ ഇരട്ടിയായിട്ട് അതിൻ്റെ പ്രമോഷൻസ് നടക്കുന്നുണ്ട്. ഇപ്പോഴും നമുക്ക് കാണാം, നമ്മുടെ പല സെലിബ്രിറ്റീസും അതിൻ്റെ പ്രമോഷൻസ് ചെയ്യുന്നുണ്ട്.
നമുക്ക് ഫോൺ ഇവരിൽ ഒരാളെങ്കിലും ഈ ഒരു സാധനം കൊണ്ട് ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇവർ ആരും ചെയ്തിട്ടില്ല. ഞാൻ ഫ്രണ്ടിനെ അല്ല കണ്ടെത്തുന്നത്, അത് മനസ്സിലാക്കുക. കാരണം ഇതിനകത്ത് നേണിങ്സ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, വർത്താനം പറയാം, ഫുഡ് ഉണ്ടാക്കാൻ പഠിക്കുക, ഒന്നും അല്ല അതിൻ്റെ അകത്ത് നടക്കുന്നത്. അങ്ങനെയാണ് ആളുകൾ നമ്മളെ എന്താ പറയുക അതിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ പറയുന്നത്. വെച്ചാൽ നമ്മൾ പറയുമല്ലോ, നമ്മളൊരു ക്രീമൊക്കെയാണ് ഒരു പ്രൊഡക്റ്റ് ആണെങ്കിൽ നമ്മൾ വായിക്കുമ്പോൾ എന്താ പറയുക, നല്ല ഫെയർ ആകും, നല്ല സുന്ദരിയാകും, അല്ല അതാകും ഇതാകും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓരോ കാര്യങ്ങളുടെ ഒരു ഇത് പറയുന്നത്. പക്ഷേ ഇതിൻ്റെയൊക്കെ ജസ്റ്റ് ഓപ്പോസിറ്റ് സൈഡാണ് ഇന്നത്തെ നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒത്തിരിയേറെ ശ്രദ്ധിക്കണം ഇതുപോലെയുള്ള ആപ്സ്. അതുപോലെ ഇപ്പം മറ്റു പറയല്ലോ, ഇപ്പം ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന ഈ ഗ്രൈൻഡർ ആ ഒരു ആപ്പിൽ വന്നിരിക്കുന്ന ഇഷ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഗേ ആണ്, മെയിലും അങ്ങനെയുള്ള ഒരു സെറ്റപ്പാണ്, ഗേ ആപ്പാണ്. അപ്പം അങ്ങനെ ഒരു ആപ്ലിക്കേഷൻ വന്ന സമയത്ത് അത് വെച്ചിട്ടാണ് മിസ്യൂസ് ചെയ്തപ്പെട്ടത്. വെച്ചാൽ ഇന്നത്തെ കാലത്ത് പല പാരൻസും ജോലിക്കും കാര്യങ്ങൾക്കും ഒക്കെ പോകുന്നതാണ്. ആ സമയത്ത് മക്കളൊക്കെ ഒറ്റയ്ക്ക് വീട്ടിലുള്ള പാരൻസ് ഉണ്ട്. സോ നിങ്ങൾ നിങ്ങളുടെ മക്കളെ കരുതലോടെ വളർത്തുക, അത് മാത്രമേ പറയാൻ പറ്റില്ല. അതൊരു പ്രശ്നം വന്നിട്ട് നമ്മളിരുന്ന് തലതല്ലി കരഞ്ഞിട്ട് കാര്യമില്ല. 10 ദിവസം അല്ലെങ്കിൽ 2 ദിവസം അല്ലെങ്കിൽ 5 ദിവസം ഏറ്റവും കൂടിയത് ആളുകൾ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യും. അത് കഴിയുമ്പം ആളുകൾ ഇതിനെ ഇട്ടിട്ട് അവരുടേതായ വഴിക്ക് പോകും. അതാണ് നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്നതും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. അത് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. നിങ്ങൾ നിങ്ങളുടെ മക്കളെ സൂക്ഷിക്കുക.